everyone, welcome to Joe Talk Football. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാച്ച് വീക്ക് 25 പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എവർട്ടൺ വേഴ്സസ് ലിവർപൂൾ. അവിടെ ലിവർപൂൾ 2 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയാണ്. എവർട്ടൺ ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യുന്നു. ആ മാച്ച് ഇൻ ഹാൻഡ് 3 പോയിന്റ്സ് ആയിട്ട് ലിവർപൂളിന് കൺവേർട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ഈ സീസണിൽ മുമ്പ് നടന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തോ അപ്പോഴൊക്കെ ആർസണലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തായിരുന്നു. അത് തന്നെയാണ് ഇന്നും സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദൈവദൂതനെ പോലെ മിക്കേൽ മെറീനോ എന്ന് പറയുന്ന പ്ലെയേഴ്സ് 2 ഗോൾ ലെസ്റ്റർ സിറ്റിക്കെതിരെ അടിച്ച് ലിവർപൂളുമായിട്ടുള്ള ടൈറ്റിൽ ചാലഞ്ചിൻ്റെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാണ്. കുറയ്ക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യാണ്. ആ മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ആയുസ് ചിലപ്പോൾ നാളെ വരെ കാണത്തുള്ളൂ. കാരണം നാളെയാണ് ലിവർപൂൾ വൂൾസുമായിട്ടുള്ള മാച്ച്. അത് ആൻഫീൽഡ് വെച്ചിട്ടാണ്. ഉറപ്പായിട്ടും ലിവർപൂൾ ജയിക്കും. പക്ഷെ എന്നാൽ പോലും ഇത്രയും ഇഞ്ചുറീസ് ഉള്ള ആർസണൽ, അതായത് കൈ ഹാവേർട്സ് റീസെൻ്റ്ലി ഇഞ്ചേർഡ് ആവുന്നു, മാർട്ടിനെലി ഇല്ല, സാക്ക ഇല്ല, അങ്ങനെ ഒരുപാട് ഇഞ്ചുറീസ് ഉള്ള ടീം ആ ഇഞ്ചുറി വെച്ചിട്ടും ക്രൂഷ്യൽ ഗെയിം ജയിക്കുക എന്നുള്ള ഒരു കേപ്പബിലിറ്റി, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് ആർസണൽ ഷുഡ് ഡു. ദേ ഷുഡ് ടേക്ക് ഗെയിം ബൈ ഗെയിം ആൻഡ് ഗ്രാബ് ആസ് മച്ച് ആസ് പോയിന്റ് ദേ ക്യാൻ. മാച്ച് വീക്ക് 25 വേറൊരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ അത് മാൻ സിറ്റി വേഴ്സസ് ന്യൂ കാസിലാണ്. അവിടെ ഒമാർ മർമുഷ് ജാനുവരി വിൻഡോ സൈനിങ് കുഷ്നോവിൻ്റെ കൂടെ വന്നതാണ്. ഹാട്രിക് അടിക്കുന്നു. 4-0 മാൻ സിറ്റി ന്യൂ കാസലിനെ തോൽപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ബാക്കിയുള്ള ആർസണൽ ഫാൻസിനും മാൻ യുണൈറ്റഡ് ഫാൻസിനും ഒക്കെ കുശുമ്പ് വരുന്നത്. കാരണം ഹാളൻഡ് എന്ന് പറയുന്ന ഗോൾ മെഷീൻ ഉള്ള ഒരു സ്ഥലത്താണ് പെപ് ഗാർഡിയോള ആൻഡ് മാൻ സിറ്റി ഡിസൈഡിങ്, അത് പോരാ, നമുക്ക് കുറച്ചുകൂടെ ഫയർ പവർ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒമാർ മർമൂഷിനെ കൊണ്ടുവരുന്നു. ഇമ്പോർട്ടൻറ്റ് മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ബ്രൈറ്റൺ വേഴ്സസ് ചെൽസി ആയിരുന്നു. ബ്രൈറ്റൺ ചെൽസിയെ തൂത്തുമായിരുന്നു 3-0. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെയും ഞാൻ മാച്ച് വീക്ക് 25 വീഡിയോ ചെയ്യേണ്ടതുണ്ട്. നാളെയാണ് ലിവർപൂൾ വേഴ്സസ് വോൾഫ്സിൻ്റെ മാച്ച്. അത് കഴിഞ്ഞിട്ട് ടോട്ടൻഹാം വേഴ്സസ് മാൻ യുണൈറ്റഡ് മാച്ച് ഉണ്ട്. അപ്പോൾ ഈ 2 റിവ്യൂ ആയിട്ട് നാളെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ കണ്ടന്റ്സും അതുപോലെ FA കപ്പിൻ്റെ കണ്ടന്റ്സും ചാമ്പ്യൻസ് ലീഗിൻ്റെ കണ്ടന്റ്സും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.